ഒരു സംഭവം പറയുന്നുണ്ട്. അങ്ങാടിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു കടലാസിൽ ബിസ്മില്ലാഹ് എന്ന് എഴുതിയൊരു കടലാസ് കാണുന്നത്. ഏതെങ്കിലും ഒരു ചെറിയൊരു മെമോ എഴുതുമ്പോൾ ബിസ്മില്ലാഹ് എഴുതി കാണും, ഒരു റിക്വസ്റ്റ് എഴുതുമ്പോൾ ബിസ്മില്ലാഹ് എഴുതി കാണും. ഇതിനെ കളഞ്ഞു കാണും. അങ്ങാടിയിലൂടെ നടക്കുമ്പോ ബിസ്മില്ലാഹ് എന്നൊരു വചനം കണ്ടപ്പോ ജനങ്ങളൊക്കെ അത് ചവിട്ടി നടക്കുന്നുണ്ട്. ആളുകൾ മൈൻഡ് ചെയ്യാതെ വാഹനങ്ങൾ ആ പേപ്പറിന്റെ പിന്നാലെ അതിന്റെ മീതെ കയറിയിറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ ആ കടലാസ് എടുക്കുകയും ഏതാനും ദിർഹമുണ്ട് തന്റെ കൈകളിൽ, അതുകൊണ്ട് സുഗന്ധം വാങ്ങിക്കുകയും ആ ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമം എഴുതിയ കടലാസ് സുഗന്ധം പുരട്ടുകയും ആ കടലാസ് ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ വിളിച്ചു പറയുന്ന പോലെ, അല്ലയോ സഹോദരനായ എന്റെ നാമം നീ സുഗന്ധം പുരട്ടിയില്ലയോ, ഈ ലോകത്തും പരലോകത്തും നിന്റെ സ്മരണ ഞാൻ നിനക്ക് സിദ്ധമാക്കി തരും, സുഗന്ധമുള്ളമാക്കി തരും. നേരം വെളുത്തപ്പോഴേക്കും ആ മനുഷ്യന് തൗബ ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നൽകി കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഒരു ശിആറിനെ ബഹുമാനിച്ചതാണ്, അതിനോടൊരു ആദരവ് കാണിച്ചതാണ്. ആദരവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പള്ളികളിലും ഒരു കമ്മിറ്റി ജനറൽ ബോർഡ് യോഗങ്ങളിലും ശബ്ദമുയർത്താൻ പാടില്ല, ബഹളമുണ്ടാക്കാൻ പാടില്ല, അടിപിടി ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ശിആറിനോട് ബഹുമാനം. ഈ ശിആർ ബഹുമാനമില്ലാത്ത ആളുകൾ പിന്നെ എങ്ങനെയാ പള്ളി കമ്മിറ്റി നടത്തുക? അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടൊക്കെ നോവത്ത് നടക്കാൻ വളരെ വിഷമത്തിലാണ്, വളരെ സങ്കടത്തിലാണ്. ഈ വാദിന് വരുന്നതിന് മുമ്പ് മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അവറുകൾ കുമ്പോൾ തങ്ങളുടെ വീട്ടിൽ പോയി തങ്ങളുമായി ഒരു 10 മിനിറ്റോളം ഒരുമിച്ചിരുന്ന് തങ്ങൾ പറഞ്ഞ വിഷമവും ഇത് തന്നെയാണ്. തങ്ങൾ പറഞ്ഞു, പ്രതീക്ഷ കാണലില്ല, ഈ ഉമ്മത്ത് വല്ലാതായി പോയല്ലോ. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ നേരിട്ട് ഇന്ന് മഗ്‌രിബിന്റെ ശേഷം തങ്ങൾ പറയാൻ നമ്മുടെ മഹല്ലുകളിൽ വിഷമങ്ങളായല്ലോ, പള്ളിക്ക് മുമ്പിൽ പള്ളി, മദ്രസക്ക് മുമ്പിൽ മദ്രസ, കണ്ടാൽ മിണ്ടായ്മ, സലാം പറയായ്മ, എന്നിട്ട് ഈ ഉമ്മത്തിനായി ഇങ്ങനെ സിറിയയിലും ഈജിപ്തിലും പോലില്ല, ലെബനാനിലില്ല, യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ തങ്ങൾ പറഞ്ഞു യുദ്ധമാണെങ്കിൽ മരിച്ചാൽ തീരുമല്ലോ. അങ്ങനെയല്ലല്ലോ, സങ്കീർണമായ പ്രശ്നങ്ങളല്ലേ. എന്നാ ഈ ഉമ്മത്തിന് അല്ലാഹു എന്ത് വെച്ചു? വല്ലാത്ത ബലാഹ് മുസീബത്തിലാണ് നമ്മളുള്ളത് എന്ന് വളരെ സങ്കടത്തോടെ മഹാനായ സയ്യിദ് അവറുകൾ ഇന്ന് ചൂടാറാത്ത വാർത്തയാണിത്. തങ്ങൾ അവറുകൾ നേരിട്ട് പറഞ്ഞനുഭവം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് വരുന്നത്. അല്ലാഹുവിന്റെ ശിആറിനോട് ബഹുമാനമില്ലെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളിയോട് നമുക്ക് ആദരവില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നടക്കുന്നത്? അല്ലാഹുവിന്റെ പള്ളിയിൽ ലാ തുർഫഉൽ അസ്വാത്ത്, ശബ്ദമുയർത്തി സംസാരിക്കാൻ പറ്റാത്ത പള്ളിയാ. ഖുതുബ നടക്കുമ്പോ പാട്ടപ്പിരിവിന്റെ ബക്കറ്റ് പോലും കൊടുക്കാൻ പാടില്ല എന്നാ ഖുതുബ നടക്കുമ്പോ, അല്ലേ? പാട്ടപ്പിരിവിന്റെ പെട്ടില്ലേ, സംഭാവന പെട്ടി. ഖുതുബ നടക്കുമ്പോ ഇമാം ഖതീബ് ഖുതുബയോടുമ്പോ പള്ളി കൂടെ വിടാൻ പാടില്ല. എന്തുകൊണ്ട്? ചരൽക്കല്ല് തൊട്ടാ പോലും നിങ്ങളുടെ ഖുതുബയുടെ പുണ്യം നഷ്ടപ്പെട്ടു പോയി. ഇതിലിങ്ങനെ പൈസ എടുക്കുന്നത് മൊബൈലിൽ നോക്കി, അതുപോലും പാടില്ല. അങ്ങനെ അല്ലാഹുവിന് ആദരവ് കാണിക്കേണ്ട ജുമുഅകളിൽ, ഖുതുബകളിൽ, മിമ്പറുകളിൽ സിന്ദാബാദും, മിമ്പറുകളിൽ ഒച്ചപ്പാടും, പള്ളികൾ പൂട്ടിക്കുകയും പൂട്ടിക്കുന്നത് അഭിമാനമായി പറയുകയും ചെയ്യുന്നിടത്തേക്ക് ഈ ഉമ്മത്ത് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പേടിയുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ ആവേശം കൊണ്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അല്ലാഹു തൃപ്തിപ്പെടുമോ എന്ന് ആലോചിച്ചു നോക്കും. അല്ലാഹു തൃപ്തിപ്പെടുമോ? അല്ലാഹുവിന്റെ ശിആറിനെ ആദരിച്ചില്ലെങ്കിൽ തൗബയുടെ കവാടം പോലും അല്ലാഹു അടച്ചു വെച്ചേക്കും. തൗബ ചെയ്യാനുള്ള ഖൽബ് അല്ലാഹു തരില്ല. അത്ഭുതമല്ലേ അത്? സങ്കടകരമല്ലേ അത്? അല്ലാഹുവിന്റെ ശിആറിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഒരുമിച്ച് നിന്ന് അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് പടച്ചതമ്പുരാൻ പൊരുത്തമുള്ള അമലുകൾ മാത്രം ചെയ്ത് അവന്റെ നാമം ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന വാക്കാണ് അവസാനം വരേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വാക്കുച്ചരിച്ച് മരിക്കേണ്ടവരല്ലേ നമ്മൾ? അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖും അവസരവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.